മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നും നീക്കണം. പക്ഷേ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല, ഞാൻ നിൽക്കുന്നത് നിന്റെ ഇഷ്ടത്തിനാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണെങ്കിൽ നടക്കരുത്, അത് സംഭവിക്കരുത്. നിന്റെ ഇഷ്ടം നിറവേറണം. ആ നിലവിളിയുടെ, ആ കണ്ണുനീരിൻ്റെ, ആ അപേക്ഷയുടെ, ആ അഭയയാചനയുടെ മറുപടിയായി അതിനുത്തരം ലഭിച്ചു. അപ്പൊ ഗത്സമനായിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക്, പെസഹാദിന രാത്രിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തോ? ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരോട് മാത്രം ഞാൻ പറയാം. ഇവിടെ ഒത്തിരി പേര് സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. വിശ്വസിച്ചവർ, വിടുതൽ പ്രാപിച്ചവർ, സൗഖ്യമായവർ, വിശ്വസിക്കുന്നവരോട് മാത്രം പറയാം. നിന്റെ പ്രാർത്ഥന യഥാർത്ഥമായി നിന്റെ ഇഷ്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ദൈവ ഇഷ്ടത്തിനകത്ത് നിന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിനക്ക് മറുപടി ഉണ്ടാകും. അല്ല പക്ഷേ, ഞാൻ കുറെ നാളായിട്ട് ഈ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇതുവരെ ഇതിനകത്തൊരു മറുപടി ഉണ്ടാകുന്നില്ല. ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ആ ചോദിച്ചത്, ആ പ്രാർത്ഥിച്ചത് എൻ്റെ ജഡമാണോ, എൻ്റെ ഇഷ്ടമാണോ, അതോ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? ഈ ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുമ്പോൾ പറയാറുണ്ട്, പാസ്റ്ററെ, എൻ്റെ കുടുംബത്തിൽ ദൈവഹിതം മാത്രം നടന്നാൽ മതി, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, എനിക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല, തമ്പുരാൻ്റെ ഹിതം നടന്നാൽ മതി, ദൈവ ഇഷ്ടം മാത്രം സംഭവിച്ചാൽ മതി. പക്ഷെ ഏപ്രിൽ 15-ാം തീയതി കല്യാണം നടക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവഹിതം മാത്രം നടന്നാൽ മതി, പക്ഷെ അത് ഏപ്രിൽ 15-ാം തീയതി നടക്കണം, അല്ലെങ്കിൽ പിണക്ക. എല്ലാവരും ഒന്നും അങ്ങനെ അല്ലായിരുന്നു. വിശ്വാസത്തിൽ ഇറങ്ങിയ സമയം ഒന്ന് നോക്കണം, സ്നാനപ്പെട്ട ദിവസവും ഓർക്കണം. ഈ പുസ്തകം എടുത്തുകൊണ്ട് ചർച്ചിൽ വന്ന ആദ്യത്തെ ദിവസം ആ പായിക്കകത്ത് വന്നിരുന്നില്ലേ, ആ ദിവസത്തെ ഒന്ന് റിവൈൻഡ് അടിച്ച് കാണണം. അവിടെ നമുക്ക് കാണാൻ പറ്റും ദൈവഹിതത്തിന് വേണ്ടി നിന്ന ഒരു ജോണിനെ, ഒരു തോമസിനെ, ഒരു ജോർജിനെ, ഒരു പൊന്നച്ചാനെ ഒക്കെ തമ്പുരാന്റെ ഹിതത്തിന് വേണ്ടി നിന്ന ഒരാളിനെ അവിടെ കാണാം. കുറെ നാൾ കഴിഞ്ഞു, കുറെ നാൾ പിന്നിട്ടു, കുറെയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയി, കുറെ കേട്ടറിവും കണ്ടറിവുകളും ഒക്കെ ആയി. ഇപ്പൊ ആ ദൈവഭയമോ ആ പഴയ പോലത്തെ പ്രാർത്ഥനയോ ഏൽപ്പിച്ചു കൊടുക്കലോ കാത്തിരിക്കാനുള്ള ക്ഷമയോ പലർക്കും ഇല്ല. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു തോറ്റവനല്ല, ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു ജയിച്ചവനാണ്. ഞാനൊരു വാക്ക് നിന്റെ മേളിൽ റിലീസ് ചെയ്യാം. നീ അവന്റെ ഇഷ്ടത്തിന് നിന്നാൽ നിന്നെയും അവൻ ജയിപ്പിക്കും.